ഗൈസ് തോർത്തും ബക്കറ്റും ഒക്കെ ആയിട്ട് തോട്ടിലേക്കുള്ള ഈ ഒരു പോക്ക് കാണുമ്പോൾ തന്നെ അറിയാം അടിച്ചു നനച്ച് കുളിക്കാനുള്ള പരിപാടിയാണെന്ന്. പക്ഷേ നമ്മുടെ പ്ലാനിങ് മറ്റൊന്നാണ് കേട്ടോ. ഫിഷിങ്ങിനായിട്ട് ലൈവ് കൊഞ്ചിനെ കിട്ടാത്ത സ്ഥിതിക്ക് നമ്മൾ കുറച്ച് ലൈവ് പരൽമീനുകളെ പിടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. അരിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന ചെറുമീനുകളെല്ലാം തിരിച്ചു വിട്ടിട്ട് അത്യാവശ്യം സൈസുള്ള മീനുകളെയാണ് നമ്മൾ ഇതിനായി സെലക്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കുട്ടിക്കാലത്ത് തോർത്തിട്ട് അരിച്ചുള്ള മീൻ പിടുത്തം വല്ലാത്ത ഹരം തരുന്ന ഒരു പരിപാടിയായിരുന്നു കേട്ടോ. കുറച്ചു നേരത്തെ അരിപ്പിന് ശേഷം കിട്ടിയ മീനുകളെ കൊണ്ട് നേരെ നമ്മൾ ചൂണ്ട സ്പോട്ടിലേക്ക് പോവുകയാണ്. ഇന്നത്തെ ചൂണ്ട സ്പോട്ട് നമ്മൾ കുറച്ച് വെറൈറ്റി ആക്കിയിരിക്കുകയാണ്. ഈ കാണുന്ന പാലത്തിൽ നിന്നാണ് നമ്മൾ ഇന്ന് ലൈവ് പരൽ ഉപയോഗിച്ച് ചൂണ്ടയിടാൻ പോകുന്നത്. പാലത്തിന് മുകളിൽ നിന്നും ചൂണ്ടയിടുമ്പോൾ കുറെ കാര്യങ്ങളിൽ അലർട്ടായി ഇരിക്കേണ്ടതുണ്ട്. പാലത്തിനടിയിൽ കൂടി ബോട്ടോ വള്ളമോ ഒക്കെ പോകുമ്പോൾ നമ്മുടെ ലൈൻ കിടക്കുന്നത് അവർക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല കേട്ടോ. എന്തായാലും ചൂണ്ടയിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് സ്ട്രൈക്ക് അടിച്ചു കിട്ടിയിട്ടുണ്ട്. പൊക്കി എടുക്കുമ്പോൾ തന്നെ കാണാൻ കഴിയും സ്നാപ്പറിന്റെ തന്നെ ഇനത്തിലുള്ള പുള്ളിക്കോര വാലിപ്പട്ടൻ എന്നൊക്കെ പേരുള്ള ഈ മീനിനെയാണ് നമുക്ക് ഇവിടെ നിന്നും അടിച്ചു കിട്ടിയിരിക്കുന്നത്. ഒരു പക്ക പ്രഡേറ്ററായ ഇവൻ ലൈവ് പരലിനെ കണ്ടാൽ സ്പോട്ടിൽ അടിച്ചിരിക്കും. അധികം താമസിക്കാതെ തന്നെ നമുക്ക് അടുത്ത സ്ട്രൈക്കും കിട്ടിയിട്ടുണ്ട്. ഈ പ്രാവശ്യം നമ്മുടെ പരലിനെ അറിഞ്ഞുകൊണ്ട് പോയിരിക്കുന്നത് ഒരു വറ്റമീനാണ്. എന്തായാലും പാലത്തിന്റെ ഈ ഒരു ഹൈറ്റിൽ നിന്നും അടിച്ച മീനിനെ പയ്യെ ഇതുപോലെ പൊക്കിയെടുക്കുന്നതിന്റെ ഹരം അതൊന്നും വേറെ തന്നെയാണ് കേട്ടോ.